എന്നാൽ നായിലെ വിധവയുടെ ഹൃദയത്തിന്റെ അന്തരവസ്ഥ അറിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവളുടെ കരച്ചിലിന്റെ സ്തോത്രം ഭാഷ അറിയാമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അവളുടെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിലെ വേദന അവളുടെ കൂടെ നിന്നവർക്ക് മനസ്സിലായി കാണത്തില്ല. അവളുടെ നായുന്ന സമൂഹത്തിന് മനസ്സിലായി കാണത്തില്ല. അവൾ ഉൾപ്പെടുന്ന പ്രത്യേക സമൂഹത്തിന് മനസ്സിലായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ചിന്താമണ്ഡലങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവിന് അവളുടെ കരച്ചിലിന്റെ സ്വന്തം ഭാഷ മനസ്സിലായിരുന്നു. ഇന്ന് പകൽ നിന്റെ ഭാഷ അറിയുന്ന ദൈവത്തിന്റെ അടുത്തോട്ട് കേട്ടോ. സ്വന്തം നിന്റെ കരച്ചിലിന്റെ മർമ്മത്തിന്റെ ഭാഷ. ഹല്ലേലൂയ. നിന്റെ ഘോരമായ വേദനയുടെ തീച്ചൂടലിൽ കൂടെ കടന്നു പോകുന്ന വേദനയുടെ ഭാഷ അറിയുന്ന ദൈവം ഇന്ന് പകലിലൂടെ കടന്നു വന്നിട്ടുണ്ട്. നീ വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം നിന്റെ ആത്മാവിനെ കണ്ടു തുറന്നേ. കർത്താവിന്റെ സ്വന്തം സമീപത്തുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നിന്റെ കുടുംബത്തെ പണിതെടുക്കുവാൻ സ്വന്തം തകർന്നു പോകുമെന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബ ജീവിതത്തെ പണിതെടുക്കുവാൻ ശക്തനായവൻ ഇന്ന് മകൻ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ആത്മ ശക്തിയോടെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി നിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ശത്രു അവന്റെ വലിയ ആയുധമായിട്ട് കടന്നു വന്നിരിക്കുക. സ്തോത്രം. അത് നടത്തി തരത്തില്ലെന്ന് പറയുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ വിശ്വസിക്കുന്നവരാൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. നീ വിശ്വസിക്കുന്ന ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്ന സ്തോത്രം ചെയ്യുന്നു. നിനക്ക് വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്ത ശക്തിയാ കേട്ടോ. ഹല്ലേലൂയ. ആത്മാ വിശ്വസിക്കുന്ന സ്തോത്രം ആത്മാവിന്റെ ഗ്ലോറി ടു ഗോഡ് അതിരറ്റ വലിപ്പം. ആമേൻ. അതിന് അതിലുണ്ടോ ശക്തിക്ക്? ഹല്ലേലൂയ. ആത്മാവിന് അതിലുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ഉള്ളിലേക്ക് ആക്കിയിരിക്കുന്ന ആത്മാവിന് പണിയുവാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. ഇന്ന് മകൾ നീ വിശ്വസിക്കുമ്പോൾ ശത്രു എത്ര പ്രബലനായി തീർന്നാലും ജീവിതത്തിൽ എതിർത്താലും നിന്റെ കുടുംബത്തിലുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിനക്കെതിരായി നിന്നാലും തന്റെ പദ്ധതിക്കും തന്റെ വാഗ്ദത്തങ്ങൾക്കും നീക്കം വരുത്തുവാൻ കഴിയാത്ത ഒരാത്മാവ് അത്രേ നിന്നിൽ വസിക്കുന്നത്. ആ ആത്മാവ് അത്രേ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. അടയാളങ്ങൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് കേട്ടോ. സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞു. അവളൊരു കരയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കരച്ചിൽ കണ്ടു. സ്തോത്രം. നോക്കിക്കേ, ശ്രദ്ധിക്കണമേ. സ്തോത്രം. വലിയ പുരുഷാരമുണ്ട് കേട്ടോ. ഈ പുരുഷാരമൊന്നും സ്തോത്രം ഗ്ലോറി ടു ഗോഡ് ഈ സ്ത്രീയുടെ കരച്ചിൽ സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ യേശുവിന്റെ തടസ്സമായി തീർന്നില്ലെന്ന്. സ്തോത്രം. എത്ര പുരുഷാരം ഉണ്ടായാലും എത്ര സമൂഹത്തിന്റെ മധ്യത്തിലാ നീ ആയിരിക്കുന്നതെങ്കിലും നിന്നെ ദർശിക്കുന്ന കണ്ണുകളുണ്ട്, നിന്നെ കാണുന്ന കണ്ണുകളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മകൻ നീ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം സ്വർഗത്തിലെ വിടുതലുകൾ നിന്നെ തേടി വരുമെന്ന് കേട്ടോ. സ്തോത്രം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ നടക്കുന്നത് കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. നിന്നെ ആരും കാണുന്നില്ലെന്ന് നീ പറഞ്ഞിരിക്കും. സ്തോത്രം പറയുമ്പോൾ പലപ്പോഴും സ്തോത്രം എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ കർത്താവേ. എന്നെ കരം പിടിച്ചു നടത്തവൻ ആരുമില്ലല്ലോ കർത്താവേ. ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലല്ലോ കർത്താവേ. എന്നാൽ ഞാൻ നിനക്ക് മുമ്പായി കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്ന് താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോളാമ്പളെ കണ്ടിച്ച് അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് ചൂടാവനെ ആമേൻ. സ്തോത്രം. ആ കർത്താവിന്റെ വൽക്കരുടെ കടന്നു വന്നിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം പ്രതികൂലമാകാം നിന്റെ വഴി മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ സ്തോത്രം നിന്റെ മാനുഷിക കണ്ണുകൾക്ക് സകലവും തടസ്സമായി. ഹല്ലേലൂയ. നിന്റെ ചിന്താഗതികൾക്ക് സകലവും തടസ്സമായെന്ന് തോന്നക്കാം കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ അവനെ വാസ്തവമായി വിളിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങളെ മാറ്റി മറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് തരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി ഉണ്ടെന്ന്. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? അത് ഹല്ലേലൂയ.
അതെങ്ങനെ വിശ്വസിക്കണം? സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ വിശ്വസിക്കണം? ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കുക. അല്ല കുറച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. സ്തോത്രം ചെയ്തു. കർത്താവ് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും കേട്ടോ. ആത്മാവിനോട് സംസാരിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ. സ്തോത്രം. നിന്റെ അന്തരാത്മാ പറയും അതിന്റെ സമയം കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. അത് നടക്കുമോ? സ്തോത്രം ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പറയുക, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ, 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, ഹബക്കൂക്ക് പ്രവചിച്ച് പറഞ്ഞതുപോലെ അത് സമാപ്തി അത് വരും, നിശ്ചയം വരും കേട്ടോ. താമസിക്കാതെ വരാൻ പോകുക കേട്ടോ. നമ്മളിവിടെ കൂടുതൽ വെറുതെയാണ് അല്ല. സ്തോത്രം. നിന്റെ വാഗ്ദത്തം, നിന്റെ പ്രാർത്ഥനാ വിഷയം അത് പ്രാപിക്കാൻ നമ്മൾ കടന്നിരിക്കും. അതെപ്പോഴാ ആന്റി ഒത്തിരി താമസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ. താമസിക്കുമെന്നാണോ? അല്ല. അത് വരും നിശ്ചയം. താമസിക്കത്തില്ല. നമ്മുടെ പറയും ഓക്കെ ശരി അല്ലയോ പ്രവാചക, ശരി ഓക്കെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചു. എന്നാൽ സ്തോത്രം അത് താമസിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അന്തരാത്മാവ് നമ്മളോട് പറയുക. സ്തോത്രം. നമ്മുടെ ജഡം നമ്മളോട് പറയുക. ഹല്ലേലൂയ. അത് നടക്കുമോ എന്നല്ല. ദൈവത്തിനോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും നിശ്ചയം. ഹല്ലേലൂയ. നിശ്ചയമായി. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിനപ്പുറം വേറെ ഒരു വേഴ്സോ വാക്കുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അതിനപ്പുറം ഒരു ചിന്തയും ഇല്ലാന്ന സ്തോത്രം. അതിനപ്പുറം ഒരു വാക്കുകളും ഇല്ലാന്ന സ്തോത്രം. അത് നടക്കും നിശ്ചയം. ഹല്ലേലൂയ. ദൈവത്തിനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വള്ളിക്ക് മാറ്റം വരത്തില്ല. വാഗ്ദത്തത്തിന്റെ പുള്ളിക്ക് മാറ്റം വരത്തില്ല. വാഗ്ദത്തത്തിന്റെ സമയത്തിന് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം ജീവനുള്ള സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവപ്രവൃത്തി അതിനെ കൊണ്ട് ദൈവം ചെയ്യാൻ മരിച്ചു നാറ്റം വെച്ച അവസ്ഥയിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ള കാലം ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് 5 പേരോട് പറഞ്ഞിട്ടോ അവിടെ ഒന്ന് നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ അവസാന സ്പോട്ടും നിങ്ങളുടെ പ്രവൃത്തി മുഴുവൻ അവിടെ നോക്കിയതാണല്ലോ. ഹല്ലേലൂയ. ഈ ഡെഡ് ബോഡി സ്തോത്രം നിങ്ങൾക്ക് ചെയ്യാമെന്നെല്ലാം ചെയ്ത അവസാന സ്പോട്ടാണല്ലോ. സ്തോത്രം. അവിടെ നിൽക്ക്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ ബുദ്ധി മണ്ഡലത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ഹല്ലേലൂയ നിന്റെ ചിന്താഗതി അതിന്റെ മാക്സിമം പ്രവർത്തി കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ ആ കർത്താവ് നിന്നെ തേടി വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ പ്രവർത്തികൾക്കപ്പുറമായി, നിന്റെ കണക്കൂട്ടലിന്റെ അപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി സ്തോത്രം വെളിപ്പെട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്ത സമയത്തില്ലേ വിധവ പ്രതീക്ഷിച്ച് കാണുമോ? ഇതൊക്കെ സംഭവിക്കുന്നത് പ്രതീക്ഷിക്കുവാനില്ല. ഹല്ലേലൂയ. മഞ്ചു വെക്കുന്നവർ ഓർത്ത് കാണും. ഈ പുരുഷാരത്തിന്റെ മുന്നിൽ എന്തിനായി മഞ്ചവിടെ നിർത്താൻ പറഞ്ഞേ? ഹല്ലേലൂയ. അവർക്ക് ദൈവപ്രവൃത്തി അറിയത്തില്ല. സ്തോത്രം. നിന്റെ കൂടുതൽ തകർന്നു പോകുന്നു കേട്ടോ. ഇതൊക്കെ മരിച്ചു പോയതല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലയോ മഞ്ചം ചുമക്കുന്നവരെ സ്തോത്രം എന്തിനിവിടെ നിർത്തി? സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ കഴിഞ്ഞു പോയതല്ലേ. സ്തോത്രം ചെയ്തു. ഇവന്റെ ജീവചരിത്രം പോലും ഇത് കഴിഞ്ഞു പോയതല്ലേ. സ്തോത്രം ചെയ്തു. എന്നാൽ കഴിഞ്ഞു പോയെന്ന് നിന്നെ നോക്കി പറയുന്ന ഇടത്താ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സ്റ്റാർട്ടിംഗ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം മരിച്ചു പോയിട്ടില്ല കേട്ടോ. സ്തോത്രം ചെയ്തു. നിന്റെ വഴികൾ അടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതം തകർന്നു പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. അതിനെ പണിതെടുക്കുവാൻ സ്തോത്രം ജീവിപ്പിക്കുവാൻ സ്തോത്രം ജീവന്റെ ശ്വാസം നിന്റെ വാഗ്ദത്തത്തിന്മേൽ ഊതുവാൻ ദൈവത്തിന്റെ ആത്മാവിൻകാലം നോക്കിയിരിക്കുവാൻ നീ ഒന്ന് ചെയ്താൽ മതി. അതിനെ അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ ബാല്യക്കാര എഴുന്നേൽക്കാൻ എന്നോട് പറയുന്നതോട് പറഞ്ഞു. നോക്കിക്കേ. ഉടനെ അവർ എഴുതിട്ട് സംസാരിച്ചെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിക്ക് ഒരു വിധവയുടെ ജീവിതത്തിൽ സ്തോത്രം. ഒരു വിധവ എന്ന് പറയുന്നത് നമുക്കറിയാം. സ്തോത്രം. വിധവയില്ല. സ്തോത്രം. എന്താ സമൂഹത്തിൽ ഹല്ലേലൂയ എന്തൊരു മാന്യതയുണ്ട് ഒരു വിധവയ്ക്ക് ഉണ്ടോ? ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരും സ്തോത്രം ചെയ്യുന്നു ഒരു വിലയും കൊടുക്കാത്തൊരു വിധവ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവ് ജീവിതത്തിൽ ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാവരും പറഞ്ഞു പോയി നിന്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ. സ്തോത്രം. നിനക്ക് ഒരു മകനെ ഉള്ളായിരുന്നു. നീ ചെയ്ത പാവം കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു കാണും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം പ്രവർത്തിക്കേണ്ടവനോട് പ്രവർത്തിച്ചപ്പോൾ സ്തോത്രം ചെയ്യുന്നു. എഴുന്നള്ളേണ്ടവനോട് വാഹനം എഴുന്നള്ളി വന്നപ്പോൾ മരിച്ച് നാട്യം വെച്ച അവസ്ഥയിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ള കരമട വെളിപ്പെട്ട് വന്നത് കഴിഞ്ഞു പോയിട്ട് ചിന്തിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. സ്തോത്രം ചെയ്തു. നീ അത് വിശ്വസിക്കുക. കർത്താവ് കാര്യം നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ഇന്ന്